ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, നമ്മൾ ഇന്നൊരു കൊറിയൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് കാണാൻ പോകുന്നത്. അവിടുത്തെ സൂപ്പർ സ്റ്റാറായ ഹാങ് ജങ് വോന്റെ സിനിമയാണിത്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. ഒരുപാട് ആക്ഷൻ ത്രില്ലർ, ഹൈ ബഡ്ജറ്റ് മൂവികളാണ് ഇങ്ങനെ സാധാരണ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ക്രൈം ത്രില്ലേഴ്സ്, വേറെ റൊമാൻറ്റിക് കോമഡികള്, ഡ്രാമ കോമഡികള് അതും ചെയ്യാറുണ്ട്. എല്ലാം നല്ല രസമായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് ആക്ഷൻ ത്രില്ലറാണ്. ഇതിലൊരു കൊലപാതകിയെ 3 പേര് അന്വേഷിച്ചു പോകുന്നുണ്ട്. ഒന്ന് പോലീസുകാര്, മറ്റൊന്ന് മരിച്ച ആളുടെ ചേട്ടൻ, മറ്റൊന്ന് ഏതോ ഒരു കൂട്ടുകാരൻ. ഇവരൊക്കെ അന്വേഷിക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥ കൊലയാളി ആരാണ്? അയാളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ കഥയിലൂടെ കാണാൻ പോകുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ നോക്ചേണൽ എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ ഭയന്ന് വിറച്ചുകൊണ്ട് ഏതോ ഒരു വലിയ വീട്ടിൽ നിന്നും പെട്ടെന്നിറങ്ങി തന്റെ കാർ എടുത്ത് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഈ വീടിനകത്ത് രക്തത്തിൽ കുളിച്ച് മരിച്ചടക്കുന്ന ഒരു പയ്യനെ കാണാം. തൊട്ടടുത്ത് തന്നെ ഒരു കത്തിയുണ്ട്. സോ അതൊരു കൊലപാതകമാണെന്ന് വ്യക്തമാണ്. ഇത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്ന മനുഷ്യൻ ആരെയോ ഫോൺ ചെയ്യുന്നു. അയാൾ മദ്യലഹരിയിലാണെന്ന് വ്യക്തമാണ്. ഇപ്പൊ ഫോൺ ചെയ്യുന്ന മറ്റാർക്കുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് തന്നെ. ഹീറോ ജാങ്മോ അപ്പൊ ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. ഈ മനുഷ്യൻ, ഈ ഫോൺ ചെയ്ത ആള് തന്റെ കാർ ഓടിച്ച് ഒരു കരോക്കെ സെന്ററിലേക്ക് വരുന്നുണ്ട്. ഇയാളെ ഫോളോ ചെയ്ത് 2 അടിയാൾക്കാരും വന്നിട്ടുണ്ടാവും. അവര് പരസ്പരം പറയുന്നു, ഇന്ന് വേണ്ട, നമുക്ക് മറ്റൊരു ദിവസം അവനെ കൈകാര്യം ചെയ്യാം, ഇന്ന് വിട്ടുപോകാന്ന് പറയുന്നു. ഇത് കഴിയുമ്പോൾ ആ കരോക്കെ സെന്ററിനകത്ത് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അവള് പേടിച്ചരണ്ട് നിൽക്കുന്ന അവസ്ഥ. ആർക്കോ ഫോൺ ചെയ്യാൻ വേണ്ടി അവള് ഫോൺ കയ്യിലെടുക്കുന്നു. ഫോൺ ചെയ്യുന്നത് ഒരു കൂട്ടുകാരനെയാണ്. അയാൾ ആ ഫോൺ എടുക്കുന്നില്ല, കോൾ ഇഗ്നോർ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ ഹീറോ തനിക്ക് വന്ന വോയിസ് മെയിൽ ഓപ്പൺ ചെയ്യും മൊബൈലില്. അത് അവന്റെ അനിയനായിരുന്നു. അതായത് ഇന്നലെ കാർ ഓടിച്ചു പോയത് അവന്റെ അനിയനായിരുന്നു. അനിയന്റെ വോയിസ് മെയിൽ ഇങ്ങനെയാണ്: മിൻതെ, എനിക്കൊരു വലിയ തെറ്റുപറ്റി. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വായോ, ഞാൻ ആകെ കുഴപ്പത്തിലാണ്. ഇതാണ് ആ വോയിസ് മെയിൽ. ഇതും കേട്ടിട്ട് ഹീറോ അനിയന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതിനു മുന്നേ താൻ ജോലി ചെയ്ത കമ്പനിയിലേക്ക് ചെന്ന് അവന്റെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ആ കമ്പനിയാണെങ്കിൽ അടച്ചുപൂട്ടി അവിടെയുള്ള ജോലിക്കാർക്കൊന്നും ശമ്പളം കൊടുത്തിട്ടില്ല. ജോലിക്കാരെല്ലാം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവിടുത്തെ ഒരു സൂപ്പർവൈസർ, ഇവിടെ കമ്പനിക്കാരൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യുമെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. ഹീറോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് തനിയെ ഈ കമ്പനിക്കകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ടൊരു മെറ്റൽ പ്ലേറ്റ് എടുത്ത് ഈ സൂപ്പർവൈസറുടെ മണ്ട തല്ലി പൊളിച്ചിട്ട് പറയും, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട, ഞാൻ ശമ്പളവും അല്ല നിന്റെ അടുത്ത് ചോദിക്കുന്ന, നിനക്ക് കിട്ടിയ പങ്കിന്റെ പകുതി എനിക്ക് വേണം, അതെടുത്ത് വെച്ചാൽ നിന്നെ ജീവനോടെ വിടാന്ന് പറഞ്ഞ് ഹീറോ ഒരു കത്തിയും കയ്യിലെടുക്കും. സൂപ്പർവൈസർക്ക് വേറെ വഴിയില്ല. അയാൾക്ക് കിട്ടിയ പണത്തിന്റെ പകുതി ഹീറോയ്ക്ക് കൊടുക്കുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹീറോ ഒരു റൗഡിയാണെന്നുള്ളത്. ഈ സമയത്ത് പോലീസുകാർക്ക് ഇന്നലെ മരിച്ചില്ലേ ഒരു പയ്യൻ, അവന്റെ വിവരങ്ങളെല്ലാം ലഭിക്കുകയാണ്. അതൊരു വലിയ വീട്ടിലെ പയ്യനാണ്, ഒരു ബിസിനസ്സുകാരന്റെ മകൻ. അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തതിന്റെ അടയാളങ്ങൾ ആ വീട്ടിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് മീഡിയ അറിയാതെ രഹസ്യമായിട്ട് അന്വേഷിക്കണമെന്ന് ആ പയ്യന്റെ വീട്ടുകാർ പോലീസുകാരോട് പറയും. പോലീസും അവർ വലിയ ടീം ആയതുകൊണ്ട് ഇത് രഹസ്യമായിട്ട് തന്നെ അന്വേഷിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ഈ മരിച്ച പയ്യന്റെ കൂടെ ഉണ്ടായിരുന്നത് സിയോക്തെ ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. CCTV ഫൂട്ടേജ് വെച്ച് അവരാളെ കണ്ടുപിടിച്ചു. അതായത് ഹീറോയുടെ അനിയനാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവനാണോ ഇതിന് ഉത്തരവാദി എന്ന് അറിയാൻ വേണ്ടി അവൻ ഇനി പൊക്കണം. അതാണ് പോലീസിന്റെ പണി. ഈ സമയത്ത് ഹീറോ അനിയന്റെ വീട്ടിലേക്ക് വരുന്നു, അവൻ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി. അപ്പൊ വീടിനകത്ത് തന്നെ ഒരു അടി നടന്നതിന്റെ അടയാളങ്ങൾ പല ഭാഗത്തും കാണുന്നുണ്ട്. അതേപോലെ ഈ അനിയൻ ഡ്രഗ്സ് യൂസ് ചെയ്തതിന്റെ അടയാളങ്ങളും കാണുന്നുണ്ട്. എന്നാൽ അനിയൻ എവിടെ പോയി എന്നറിയില്ല. അവൻ വീട്ടിലില്ല. ഉടനെ ഹീറോ അനിയന്റെ കൂട്ടുകാരിക്ക്, ഗേൾ ഫ്രണ്ടിന് കോൾ ചെയ്യുന്നു. എന്നാൽ ആ കോൾ കണക്ട് ആവുന്നില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഈ സമയത്ത് പോലീസുകാര് ഈ അനിയനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ വരുന്നതിന് മുന്നേ തന്നെ അനിയന്റെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടാവും. അതിൽ അനിയന്റെ കൂടെ ഒരു ഗേൾ ഫ്രണ്ടും താമസിക്കുന്നുണ്ട്. ഈ മിൻതയ്ക്ക് ഒരു ചേട്ടനുണ്ട്. അയാൾ ഒരു പഴയ റൗഡിയായിരുന്നു. ജയിൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് നല്ല നടപ്പിന് വേണ്ടി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ സാധാരണ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിച്ചു പോകുകയാണ് എന്നുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോലീസുകാരും നേരെ മിൻതയുടെ വീട്ടിലേക്ക് വന്ന് പരിശോധിക്കുന്നു. അവർ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തതിന്റെ സിറിഞ്ച് കാണുന്നുണ്ട്. അടിപിടി നടന്നതിന്റെ അടയാളങ്ങളും കാണുന്നുണ്ട്. ഈ വീടിന്റെ ഉടമ ഒരു ലേഡി ഓണറാണ്. അവരെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ മിൻതെ എപ്പോഴും ഒരു പ്രശ്നക്കാരനാണ്, അവൻ ഗേൾ ഫ്രണ്ടിനെ അടിക്കടി തല്ലാറുണ്ടെന്ന് വീട്ടുടമ പോലീസുകാരോട് പറയും. ഈ വീട്ടിൽ തന്നെ ടേബിളിൽ അടുത്തിടെയായിട്ട് വായിച്ചതുപോലെ കിടക്കുന്ന നോക്ചേണൽ എന്നൊരു പുസ്തകവും പോലീസുകാരൻ കാണുന്നുണ്ട്. അതേസമയം വീട്ടുടമ ആ ലേഡി പറയാണ്, ആ പെണ്ണിനെ അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും സ്വന്തം ഭാര്യയെ ഒരാൾ ഉപദ്രവിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാ ദിവസവും ഇയാൾ ആ പെണ്ണിനെ ഉപദ്രവിച്ചിരുന്നു. പലപ്പോഴും ലക്കില്ലാതെയാണ് വീട്ടിലേക്ക് കയറി വരിക. എനിക്ക് അയാളെ എതിർക്കാൻ പേടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. എന്നാൽ ആ കുട്ടിയെ ഇവിടെ താമസിപ്പിച്ചിട്ടില്ല. ഇയാൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ പെൺകുട്ടിയെ
അവൾ അവളുടെ ഏതോ ഒരു കൂട്ടുകാരിയുടെ അടുത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആ ചെറുക്കന്റെ ചേട്ടൻ അവനിടയ്ക്ക് ഇങ്ങോട്ട് വന്നു പോകാറുണ്ട്. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് വീട്ടുടമസ്ഥ പറയും. ആ ചേട്ടൻ ഇന്ന് വന്നിരുന്നോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ നിങ്ങൾ വരുന്നതിന് കുറച്ച് മുന്നേ വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന് വീട്ടുടമ പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ആ സിറ്റിയിലെ ഒരു ലോക്കൽ റൗഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അയാൾ ഹീറോയോട് നീ എന്തിനാണ് ഇപ്പോൾ വന്നത്, ഒരുപാട് നാളായിട്ട് ഇങ്ങോട്ട് വരാറില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ എന്റെ അനിയൻ സൊക്തെ നിന്നോട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ, അതോ മറ്റാരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവനിപ്പോ എവിടെയാണെന്ന് അറിയോന്ന് ഈ റൗഡിയോട് ചോദിക്കും. അയാൾ ചിരിച്ചോണ്ട് എഴുന്നേറ്റിട്ട് അവനെ കാണാതായി എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, ഇടയ്ക്കിടെ അവനിങ്ങനെ ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാറുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി കാണും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, നീ അതിനു വേണ്ടിയിട്ടാണോ വന്നതെന്ന് റൗഡി ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും നിന്നോട് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കാൻഹോന്റെ അടുത്തായിരിക്കും, അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ആ റൗഡി പറയും അതിനെക്കുറിച്ച് എനിക്കറിയില്ല, നീ പെട്ടെന്നൊരു ദിവസം കയറി വന്നിട്ട് അനിയൻ കാൻഹോ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ, എനിക്കെന്തായാലും ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല, നീ ഇപ്പൊ ചെന്ന് കാൻഹോന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചോളാം, നീ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനാണ് നിന്നെ പറഞ്ഞു വിട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ ഗ്യാങ് വാർ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ അടങ്ങിയിരി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്നീ ലോക്കൽ റൗഡി പറയുന്നുണ്ട്. അത് കേട്ട് ഹീറോ ഞാൻ നിന്നോട് അനുവാദം ചോദിക്കാനല്ല വന്നത്, അനിയനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അറിയില്ലെന്ന് നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി ഞാൻ കാൻഹോയോട് ചോദിച്ചോളാം, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഹീറോ ഇറങ്ങിപ്പോവും. ഈ പോകുന്ന വഴിയെ ഈ ലോക്കൽ റൗഡിയുടെ ഒരു അടയാളുണ്ട്. അയാൾ ഹീറോയെ വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ പണ്ട് കാലത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങൾ തന്നെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സമയമെടുത്തു, ഇനി വീണ്ടും എന്തെങ്കിലും തൊല്ലയായിട്ട് വരരുത്, നിങ്ങൾ അനിയനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പാടുപെടുക, അവൻ വഴിയെ പോകുന്ന വള്ളിയെല്ലാം പിടിച്ച് കയറ്റാറുണ്ട്, ഇനി നിങ്ങളും കൂടി കൂടുതൽ കുഴപ്പമുണ്ടാക്കി വഷളാക്കരുത് എന്നവൻ പറയും. ഇപ്പൊ ഹീറോ ഉപദേശിച്ചതിന് നന്ദി, ഞാൻ എന്തായാലും നീ പറഞ്ഞ വാക്യങ്ങൾ മനസ്സിൽ വെക്കാം, മരിക്കാൻ നേരം നിന്നെ ഓർക്കുകയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അത് കഴിയുമ്പോൾ ഈ കാൻഹോ എന്ന് പറഞ്ഞ ആളുടെ മറ്റൊരു റൗഡിയുടെ പയ്യന്മാരുണ്ട്, അവരെയും കാത്ത് ഹീറോ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുക. അപ്പൊ ഈ പയ്യന്മാരുടെ ലീഡറായ ഒരാള്, അയാൾക്ക് ഹീറോയെ അറിയാം, പണ്ടുകാലത്ത് ഇവർ തമ്മി അടിയുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഹീറോ ഈ ഹോട്ടലിൽ കഴിക്കാൻ വന്നതേ കുഴപ്പത്തിനാണെന്ന് അവൻ അറിയാം. അയാൾ ഹോട്ടലിൽ കയറിയിട്ട് മെല്ലെ മാറിയിരിക്കും. അപ്പൊ ഹീറോ ദൂരെന്ന് വിളിക്കുകയാണ്, യങ് ബോ നീ എന്തിനാണ് അവിടെ ഇരുന്ന്, എനിക്ക് നിന്നോട് സംസാരിക്കണം, എന്റെ അടുത്ത് വന്നിരിക്കുന്നു പറയും. അപ്പൊ ആ യങ് ബോ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ കേൾക്കാന്ന് പറയുന്നുണ്ട്. ഉടനെ ഹീറോ നിനക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പ്രായമായില്ലേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരി, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. അയാൾ വന്ന് മെല്ലെ അടുത്തിരിക്കുന്നു. അപ്പൊ ഹീറോ ഈ മൊട്ട യങ് ബോയോട് എന്റെ അനിയനെ നീ കണ്ടിരുന്നോ, അവന് നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ട യങ് ബോ പറയുന്നു, കുറച്ചുനാൾ മുന്നേ കരോക്കെ സെന്ററിൽ വെച്ച് ഞാൻ അവനെ കണ്ടിരുന്നു, പക്ഷെ ഞങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പിന്നീട് ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറയും. എന്നാ ശരി, നിന്റെ മാസ്റ്റർ കങ്ഹോ എവിടെയാണ്, ഞാൻ അയാളുമായിട്ട് സംസാരിക്കണം എന്ന് ഹീറോ പറയുന്നുണ്ട്. അത് കേട്ട് യങ് ബോ പറയും, മാസ്റ്ററുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അങ്ങേര് ബിസിയാണ്, പണ്ടേ പോലെ നിങ്ങൾക്ക് കയറി ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ, ഞാൻ പറഞ്ഞില്ല അനിയനെ കണ്ടിട്ടില്ല എന്ന്, അതുകൊണ്ട് ഈ കാര്യം ഇവിടെ തന്നെ വിട്ടിട്ട് പോയിക്കോ, അങ്ങോട്ടൊന്നും വരാൻ നിൽക്കണ്ട, വന്നാൽ കൂടുതൽ കുഴപ്പമാവുമെന്ന് യങ് ബോ പറയുന്നുണ്ട്. എന്നാ ശരി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോ ഇറങ്ങിപ്പോവും. ഈ സമയത്ത് പോലീസുകാർക്ക് തോട്ടിൽ നിന്നും ഒരു ബോഡി കണ്ടുകിട്ടുന്നു. അത് ഹീറോയുടെ അനിയനാണോന്ന് പോലീസുകാർക്ക് സംശയമുണ്ട്. ബോഡി വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ഹീറോയെ വിളിച്ചു വരുത്തും. ഹീറോ ബോഡി കണ്ട് അനിയന്റെ അവസ്ഥ കണ്ടിട്ട് നെഞ്ച് തകർന്നു നിൽക്കുകയാണ്. ശരീരത്ത് ഒരുപാട് ഭാഗത്ത് കുത്തി പരിക്കേൽപ്പിച്ചതിന്റെ അടയാളങ്ങൾ കാണാം. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് വ്യക്തമാണ്. ഹീറോ അനിയന്റെ കൂടെയുള്ള പഴയകാല ഓർമ്മകളിലേക്ക് പോകും. ഒരു സാധാരണ ഊരുതണ്ടി പയ്യനായിരുന്ന അനിയനെ വൃത്തിയായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു നല്ല ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറോ ആ ലോക്കൽ ഗ്യാങ്സ്റ്റർ അടുത്തേക്ക് ഇവനെ വിളിച്ചോണ്ട് പോകുന്നത്. അന്ന് ഹീറോ ഒരു അറിയപ്പെട്ട റൗഡിയായിരുന്നു, ഒരു മാഫിയ തല്ലുകാരെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോക്കൽ ഗ്യാങ്സ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോയി നല്ല ജോലി കൊടുക്കാൻ പറഞ്ഞിട്ട് അനിയനെ കൊടുത്തു. എന്നാൽ അനിയനാവട്ടെ അവിടെ ചെന്ന് ഏതു നേരവും ഡ്രഗ്സ് യൂസ് ചെയ്ത് അതിന് അടിമപ്പെട്ടു തുടങ്ങി. ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. വലിയ തൊല്ല തന്നെയായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ താൻ തന്നെയാണല്ലോ എന്നുള്ള കുറ്റബോധം വരും ഹീറോയ്ക്ക്. ഇപ്പൊ പോലീസുകാര് ഹീറോ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് പറയുന്നു, അനിയൻ മരണപ്പെട്ടതിൽ നിന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു, എന്നാൽ ഒരു ഗ്യാങ് വാർ ഉണ്ടാക്കി കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഇഷ്യൂ കൊണ്ടെത്തിക്കരുത്. അവന്റെ മരണകാരണവും കൊലപാതകയെയും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിനക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുപയോഗിച്ച് നീ കളത്തിലിറങ്ങി ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്, ദയവ് ചെയ്ത് മാറി നിൽക്കണം എന്ന് പറയും പോലീസുകാർ. അതിന് ഹീറോ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. തന്റെ അനിയൻ ഒരു മോശക്കാരനാണെന്ന് ഹീറോയ്ക്ക് അറിയാം, എന്നാലും അവനെ കൊല്ലാൻ ഉള്ള ധൈര്യം ആർക്കാണ് ഉണ്ടായത്? എന്താണ് അതിന് പിന്നിലെ കാരണം? അത് ഹീറോ അറിയാതെ വിടാൻ പോകുന്നില്ല. ഹീറോ നേരെ തന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവനിപ്പോൾ ആ ലോക്കൽ ഗ്യാങ്സ്റ്ററുടെ കൂടെ തന്നെയാണ്. ഹീറോ ചെന്നിട്ട് നീ കുറച്ചുനാൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യാമോ, എന്റെ കൂടെ വരാമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആ ചെറുക്കൻ പറയും, ഇല്ല, നിങ്ങൾക്കറിയാലോ ബോസിനെ വിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങേര് ഇഷ്ടപ്പെടില്ല, ഞങ്ങൾ പിള്ളേർ ആരടുത്തും നിങ്ങളുടെ കൂടെ പോകണ്ടെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, എന്നെ വിളിക്കരുതെന്ന് പറയും. ഹീറോ, കുഴപ്പമില്ല, നിനക്ക് അയാളെ പേടിയാണെങ്കിൽ വരണ്ട, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, ഈ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തോളാം
എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒറ്റയ്ക്ക് കൻഹോയെ ചെന്ന് കാണാൻ പോകുന്നു. അതായത് രണ്ടാമത്തെ റൗഡി, സിറ്റിയിലെ റൗഡി. കാണാൻ ചെല്ലുമ്പോൾ ഓഫീസിന് താഴെയായിട്ട് നേരത്തെ കണ്ട ആ യങ്ബോ എന്ന് പറഞ്ഞ മൊട്ടച്ചക്കനും പിന്നെ അവന്റെ കൂടെയുള്ള അടിയാൾക്കാരും ഉണ്ട്. അവർ ഹീറോയെ കണ്ടിട്ട് പറയും, ചേട്ടാ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ പാടില്ലാന്ന്, പണ്ടേ പോലെയല്ല, അകത്ത് കയറാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കുത്തും, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇറങ്ങി പോകുന്നും പറഞ്ഞ് ഇവൻ കത്തിയെടുത്ത് കാണിക്കുന്നു. ഇവിടെയും ബിലാല് പഴയ ബിലാൽ തന്നെയാണ്. അവന്റെ കൈ പിടിച്ച് മടക്കി വയറ്റിനൊരു ചവിട്ട് കൊടുത്തിട്ട് കൈ കിട്ടിയ ഒരു ഇരുമ്പ് ദണ്ടും വെച്ച് ചുറ്റും കാണുന്ന എല്ലാ ചെറുക്കന്മാരെയും പൊത്തിര തല്ല, തലയൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാത്തിനും എണീക്കാൻ പറ്റാതാക്കി. അപ്പോഴാണ് ആ പഴയ കൂട്ടുകാരൻ ചെറുക്കൻ വരിക. ഹീറോയുടെ കൂടെ പോകാൻ മടി കാണിച്ചില്ലേ ആ പയ്യൻ വരിക. അവനറിയാം ഹീറോ ഒറ്റയ്ക്കാണെങ്കിലും ഇവന്മാരെല്ലാം പിടിക്കാൻ പോവാണ്, തല്ലാൻ പോവാണെന്നുള്ളത്. അതുകൊണ്ട് പഴയൊരു വിശ്വാസം വെച്ച് ഇഷ്ടം വെച്ച് ബോസിന് എതിർപ്പാണെങ്കിലും ഈ ചെറുക്കൻ ഹീറോയുടെ കൂടെ കൂടുന്നുണ്ട്. ഇപ്പൊ പോലീസുകാര് അനിയന്റെ മരണകാരണം അന്വേഷിച്ച് ആ കരോക്കെ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കിട്ടിയ അടയാളങ്ങൾ വെച്ച് കൊലപാതകം ഈ കരോക്കെ സെന്ററിൽ തന്നെയാണ് നടന്നിരിക്കണേന്ന് അവർക്ക് മനസ്സിലായി. ആരാണ് ചെയ്തതെന്നറിയില്ല. ഈ കരോക്കെ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലേഡിയായിരുന്നു ആ ചെറുക്കന്റെ ഗേൾഫ്രണ്ട്. അവൾ ഈ മരണം കഴിഞ്ഞ് നാട് വിട്ടതാ. പിന്നീട് ആരും കണ്ടിട്ടില്ല. അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും വിഡ്രോയും ചെയ്തിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് പോലീസുകാർക്ക് അവളെ ആയിരിക്കും സംശയം. അവൾ അവസാനമായിട്ട് വിളിച്ചത് അവളുടെ ഒരു എഴുത്തുകാരൻ കൂട്ടുകാരനെയാണ്. അതുകൊണ്ട് പോലീസുകാർ ആ എഴുത്തുകാരൻ കൂട്ടുകാരനെ വിളിക്കുന്നു. ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരിയെ കാണുന്നില്ല, അവളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് പോലീസുകാർ ചോദിക്കുക. അപ്പൊ എഴുത്തുകാരൻ പറയും, ഞാൻ അവളോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി, അവസാനം വിളിച്ച കോള് പോലും ഞാൻ പിക്ക് ചെയ്തിട്ടില്ല. അത് പിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് പോലീസുകാർക്ക് അറിയാം. അവളുടെ ബോയ് ഫ്രണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അവളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറയും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ എഴുത്തുകാരന്റെ ചെറിയ ക്ലാസ്സുകളുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളും പിന്നെ കൗൺസിലിംഗും. അത് ആ പെൺകുട്ടി അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ എന്ന് ഇയാൾ പറയും. പോലീസുകാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ നേരത്ത് ഹീറോയുടെ അടുത്തേക്ക് ഹീറോ അന്വേഷിച്ച് ചെന്നില്ലേ കൻഹോ എന്ന് പറഞ്ഞൊരു റൗഡി, അയാൾ വരുന്നുണ്ട്. നേരത്തെ ചെന്ന സ്ഥലത്ത് അയാൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അയാൾ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, എന്റെ പയ്യന്മാരെ തലയൊക്കെ നീ അടിച്ചു പൊട്ടിച്ചില്ലടാ, പെട്ടെന്നൊരു ദിവസം കയറി വന്നിട്ട് എന്നോട് പ്രതികാരം ചെയ്യാൻ ഞാൻ നിന്നെ എന്താ ചെയ്ത്, നിന്നോട് ഡീല് പറയാൻ വന്നതല്ല, നിന്നെ കൊല്ലാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് അവൻ തോക്കെടുക്കും. അപ്പൊ ഹീറോ, എന്റെ അനിയൻ മരണപ്പെട്ടു, നീ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? അത് ചോദിക്കാൻ വന്ന നിന്റെ പിള്ളേരെന്നെ അകത്തേക്ക് കടത്തിവിടുന്നില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കേട്ട ഉടനെ കൻഹോ ഞെട്ടും. സത്യം പറയാലോ, നിന്നോടുള്ള ബന്ധം വെച്ച് പറയാ, നിന്റെ അനിയൻ ഞങ്ങൾക്കൊരു തലവേദനയായിരുന്നു, അവനിട്ട് 2 പൊട്ടിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ കൊല്ലാനൊന്നും ഞങ്ങൾ മുതിരില്ല, അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. അതിനും മാത്രം കുഴപ്പമൊന്നും അവനുണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞേനെ. നീ റോങ് ആയ ആളെയാണ് സംശയിക്കുന്നു. ഇതിൽ വേറെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാവും, നീ അന്വേഷിച്ച് നോക്ക്. അവൻ ആ പെൺകുട്ടിയുമായിട്ട് കണക്ഷനുണ്ട്, അവളോട് ചോദിച്ചോ എന്ന് ഈ കൻഹോ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അപ്പോഴാണ് ഓർമ്മ വരിക, ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. അനിയന്റെ മരണവുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടാകുമോ? എന്തായാലും ഇപ്പൊ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ കൂട്ടുകാരന്റെ അടുത്തേക്ക് വന്നാൽ, കാമുകിയുടെ കൂട്ടുകാരന്റെ അടുത്തേക്ക് വന്നാൽ, അയാളുടെ കയ്യിൽ ഈ മൂൻയങ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ, അതായത് അനിയന്റെ കാമുകിയുടെ കുറെ അധികം വോയിസ് റെക്കോർഡിങ്ങുകളുണ്ട്. അവളെ കൗൺസിൽ ചെയ്ത സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള കുറെ അധികം വോയിസ് റെക്കോർഡിങ്സ് ഉണ്ട്. അതിൽ അവൾ വലിയ വിഷമത്തിലായിരുന്നു, ഡിപ്രഷനിലായിരുന്നു. ഈ അനിയന്റെ പീഡനങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല, അവനിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാനും കഴിയുന്നില്ല. എങ്ങോട്ട് ചെന്നാലും അവൻ പിടിച്ചോണ്ട് വരിക, ദിവസവും ഉപദ്രവങ്ങൾ. അതുകൊണ്ട് അവൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് തവണ ഇവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവനെ കൊല്ലാനുള്ള ധൈര്യം ഇവൾക്കില്ല. മറ്റാരെങ്കിലും അവനെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് സമാധാനമാകുമായിരുന്നു എന്നിവള് വിചാരിച്ചിട്ടുണ്ട്. അതിവള് എഴുത്തുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എഴുത്തുകാരൻ മൂൻയങ് അവസാനമായിട്ട് അയച്ച ജിമെയിൽ അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ അതിന്റെ IP അഡ്രസ്സ് ചെക്ക് ചെയ്യാൻ പറയും മറ്റൊരു ഹാക്കർ കൂട്ടുകാരനോട്. ഈ നേരത്ത് ഹീറോന്റെ കൂട്ടാളി അയാൾ ചെന്ന് പോലീസുകാരോട് അന്വേഷിച്ച്, പോലീസുകാര് ഈ കാമുകി പെണ്ണിനെയാണ് പ്രധാന കുറ്റവാളിയായിട്ട് സംശയിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അത് വന്ന് ഹീറോയോട് പറയും. സോ അവൾക്കിതിൽ പങ്കുണ്ട് എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായി. ഇവരറിയുന്നത് ആ കരോക്കെ സെന്ററിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ്. അതേ ഹോട്ടലിൽ ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട എഴുത്തുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ ആ ഹോട്ടലിൽ വന്നിട്ട് അവിടുത്തെ ചേച്ചിയോട്, നിങ്ങൾക്ക് ആ കരോക്കെ സെന്ററിലെ മൂങ്യങ്ങിനെ കുറിച്ച് അറിയുമോ, നിങ്ങൾ കൂട്ടുകാരാണോ എന്ന് ചോദിക്കും. അപ്പൊ ആ പെണ്ണ് പറയും, സോറി സാർ, എനിക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, ഇടയ്ക്ക് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല എന്നാണ് ഈ ലേഡി പറയുന്നത്. ഇത് കഴിഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ആ എഴുത്തുകാരനെ നോട്ട് ചെയ്യുന്നുണ്ട്. അയാൾ എന്താ ചെയ്യാൻ പോണെന്നറിയാൻ വേണ്ടി ഹീറോ മാറി നിൽക്കും. ഈ എഴുത്തുകാരൻ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ആ ഹോട്ടലിലെ ചേച്ചി ഓടി വന്നിട്ട്, നിങ്ങൾ ആരാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായത്, മോങ്യങ് നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നല്ല ആളാണെന്ന് എനിക്കറിയാം, അവളിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, എന്നാൽ ചില കാര്യങ്ങൾ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഹീറോ നോട്ട് ചെയ്യും. ആ എഴുത്തുകാരൻ പോകുന്നതിന് പുറകെ തന്നെ ഹീറോ അയാളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്.
ഇയാൾ നേരെ പോകുന്നത് അനിയന്റെ വീട്ടിലേക്കാണ്. അവിടെയുള്ള ആ നൊക്ടേണൽ എന്ന പുസ്തകം ശരിക്കും ഇയാൾ എഴുതിയതാണ്. ഇപ്പൊ ഹീറോ പിറകിൽ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട്, നീ ആരാടാ എന്റെ അനിയന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, നീയും അവനുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കും. അപ്പൊ എഴുത്തുകാരൻ പറയും, നിന്റെ അനിയനുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ആ പെൺകുട്ടി എന്റെ കൂട്ടുകാരിയായിരുന്നു, ഇപ്പൊ അവളെ കാണുന്നില്ല, അവൾ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് ആ എഴുത്തുകാരൻ പറയുന്നുണ്ട്. അപ്പൊ ഹീറോ അവന്റെ കോളറിൽ പിടിച്ചിട്ട്, സത്യം പറഞ്ഞോ, എന്റെ അനിയന്റെ കൊലപാതകത്തിൽ നിനക്കും അവൾക്കും പങ്കുണ്ടോ, നിങ്ങളൊക്കെ ആരാടാന്ന് ചോദിച്ചിട്ട് അവനെ മിരട്ടാണ്. ഈ സമയത്തായിരിക്കും പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. ഹൗസ് ഓണർ ഈ വീട്ടിലേക്ക് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചു വരുത്തിയതായിരുന്നു. പോലീസുകാരൻ അനിയനെയും എഴുത്തുകാരനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്തിനാണ് ആ വീട്ടിലേക്ക് പോയെന്ന് എഴുത്തുകാരനോട് ചോദിക്കുമ്പോൾ, അവളെ കാണാത്തോണ്ട് എനിക്ക് വിഷമായി, ഞാൻ അവളെ എവിടെ പോയിട്ടുണ്ടാവും എന്നറിയാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോയതാണ് എന്ന് പറയും. അപ്പൊ പോലീസുകാരൻ, അതൊക്കെ ശരിയാണ്, കൂട്ടുകാരി അന്വേഷിക്കാൻ നിങ്ങൾ പോകാം, നോർമലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ നൊക്ടേണൽ എന്ന പുസ്തകത്തിൽ അതിലെ കഥാനായിക സ്വന്തം കാമുകനെ കൊല്ലുന്നുണ്ട്. ഡ്രഗ് അഡിക്റ്റായ സ്വന്തം കാമുകനെ കൊന്നിട്ട് ഭാര്യ രക്ഷപ്പെട്ട് നാട് വിട്ടു പോകുന്നു. ഇതേ സെയിം സംഭവമാണല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സത്യം എന്താണെന്ന് നിങ്ങൾ പറയണമെന്ന് പോലീസുകാരൻ പറയും. അത് കേൾക്കുമ്പോൾ എഴുത്തുകാരൻ, തെളിവൊന്നുമില്ലാതെ എന്നെ ഒരു കുറ്റവാളിയാക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആക്കിക്കോളൂ, ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, ഞാൻ അവിടെ വെച്ച് എനിക്ക് പറയേണ്ടത് പറഞ്ഞോളാം, എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എഴുത്തുകാരൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ പോലീസുകാരൻ പറയും, ഞാൻ നിങ്ങളെ അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, പക്ഷെ യഥാർത്ഥ സംഭവം എന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാതെ വിടില്ല മിസ്റ്റർ ഓദർ, ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, എന്നാൽ ഈ നാട് വിട്ടു പോകാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല, അത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുമെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. എഴുത്തുകാരൻ സ്റ്റേഷൻ വിട്ട് വരുന്ന വഴിയിൽ ഹീറോ അയാളെ ബ്ലോക്ക് ചെയ്തിട്ട്, ആ നോവലിനകത്ത് എന്താണെന്ന് എഴുതിയിട്ടുള്ളത്, നിനക്ക് എങ്ങനെ അറിയാം എന്റെ അനിയൻ മരിക്കുന്നത്, സത്യം പറ, അവളാണോ എന്റെ അനിയനെ കൊന്നത്, അതിനുള്ള കാരണം എന്താണെന്ന് ഹീറോ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ എഴുത്തുകാരൻ പറയും, നിന്റെ അനിയന്റെ കൊലപാതകം അന്വേഷിക്കലല്ല എന്റെ പണി, അതിനിവിടെ പോലീസുകാരല്ലേ, അവരോട് ചെന്ന് പറയുന്നു പറഞ്ഞിട്ട് ഇയാൾ വേറൊരു വണ്ടിയിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അത് കഴിയുമ്പോൾ ഹീറോ ഈ നൊക്ടേണൽ എന്ന പുസ്തകം വായിച്ചു നോക്കും. അതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയണമല്ലോ. ഹീറോയ്ക്ക് കാര്യമായിട്ട് പിടിയിട്ടൊന്നുമില്ല. എന്തായാലും ഈ എഴുത്തുകാരൻ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമായിരിക്കും എന്ന വിചാരത്തിൽ ഹീറോ 2 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അവരോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്. അവരതിലെ കഥ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ട്, അയാൾക്ക് പാവപ്പെട്ട ഒരു കാമുകിയുണ്ട്. ഈ അഡിക്റ്റ് എല്ലാ സമയത്തും അവളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇവള് രക്ഷപ്പെട്ട് ഓടാനും പലതവണയും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവളെ പിരിഞ്ഞ് ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനിയൻ ചെന്ന് ചേട്ടനോട് കരയും. അപ്പൊ ചേട്ടൻ ഇവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് അനിയന് വീണ്ടും കൊടുക്കുകയാണ്. അങ്ങനെ ഒരു റൗഡി ആയിട്ടുള്ള ചേട്ടനുണ്ട്. ചേട്ടനാണെങ്കിൽ അനിയൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവനെ രക്ഷപ്പെടുത്താൻ വരും. അനിയന് ചെലവിനുള്ള പണമൊക്കെ ചേട്ടനാണ് കൊടുക്കുന്നത്. ഇവർ ഇന്ന് രക്ഷപ്പെടാൻ വയ്യ പെണ്ണിന്. ഇതാണ് ആ കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ പെൺകുട്ടി കാമുകനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് അവളെ എങ്ങനെ കൊല്ലുന്നു എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ കഥ കേൾക്കുമ്പോൾ തന്നെ അത് തന്റെ കഥയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകും. അന്ന് രാത്രി തന്നെ ഹീറോ വണ്ടി ചെങ്ബോങ് എന്ന സ്ഥലത്തേക്ക് വിടാൻ പറയാണ് അവന്റെ കൂട്ടാളിയോട്. ഇതേ സ്ഥലത്തേക്ക് IP ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ എഴുത്തുകാരനും വരുന്നുണ്ട്. ഈ ചെങ്ബോങ്ങിലാണ് ആ കാമുകി പെണ്ണിന്റെ അനിയനുള്ളത്. ആ അനിയന്റെ അടുത്തേക്ക് ആദ്യം എത്തുക നമ്മുടെ എഴുത്തുകാരനായിരിക്കും. എഴുത്തുകാരൻ അനിയനോട് ചേച്ചി എവിടെയാണെന്ന് ചോദിക്കും. അവൻ പറയും, എനിക്ക് അറിയില്ല, എന്നാൽ നിങ്ങൾ ആ പുസ്തകം എഴുതിയത് എന്തിനാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ അവൾക്കൊരു ഹോപ്പ് കൊടുക്കാൻ വേണ്ടി എഴുതിയതാണ്. അവൾ നരകിക്കുന്ന ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാർഗം നിങ്ങൾ പറഞ്ഞു കൊടുത്തതാ. എന്നാൽ അവൾക്കത് ചെയ്യാനുള്ള ധൈര്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. പിന്നെയും എന്തിനാണ് ആ ഹോപ്പ് നിങ്ങൾ അവൾക്ക് കൊടുത്തത്? എന്നിട്ട് അവൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ആര് തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം അന്വേഷിച്ച് വന്നിട്ട് എന്തിനാ? അവളെ നിങ്ങളെല്ലാവരും ഒഴിവാക്കി, ആരും സഹായത്തിനുണ്ടായിരുന്നില്ല. ഇപ്പൊ അവൾ എവിടെ പോയിന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയുമെങ്കിൽ തന്നെ പറയാൻ സൗകര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് അനിയൻ എഴുന്നേറ്റ് പോകും. എഴുത്തുകാരൻ പോയി കഴിയുമ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഹീറോ വന്ന ഉടനെ ചോദിക്കും, നിന്റെ ചേച്ചി എവിടെയാടാന്ന്? അവൻ അറിയില്ലെന്ന് പറയും. അപ്പൊ ഹീറോ, എനിക്കറിയാം നിന്റെ ചേച്ചിയെ എന്റെ അനിയൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെ. പക്ഷെ അവൾക്ക് ജീവനുണ്ടല്ലോ, എന്ത് തന്നെ ചെയ്താലും അവൻ അവളെ സ്നേഹിച്ചിരുന്നു. എത്ര തന്നെ കുഴപ്പമുണ്ടെങ്കിലും കൊല്ലാൻ പാടോ? ഒരാളെ കൊല്ലുന്നത് മോശമല്ലേ? ഇത് കേൾക്കുമ്പോൾ അനിയൻ പറയും, നിന്റെ അനിയൻ ഇപ്പൊ ജീവനുണ്ടെങ്കിൽ വീണ്ടും അവൻ എന്റെ ചേച്ചിയുടെ രക്തം കുടിച്ചേനെ. അത് കേട്ട ഉടനെ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് അനിയന്റെ മൂക്കിനിട്ടൊരു കുത്തും കൊടുത്തിട്ട് ആ പെൺകുട്ടിക്ക് ഒരു മോളില്ലേ, ആ മോളുടെ ഫോട്ടോ കാണിച്ച് ആ കുട്ടി എവിടെയാണെന്ന് ചോദിക്കും. അനിയത്തി ഒളിവിൽ പോയെങ്കിലും ആ കുട്ടി എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അനിയൻ പറയും, ഞാൻ ചത്താലും പറയില്ലെന്ന്. നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. നേരെ പോകുന്നത് ഈ കരോക്കെ സെന്ററിന് അടുത്തുണ്ടായിരുന്ന ആ ഹോട്ടലിൽ നടത്തുന്ന ചേച്ചിയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ആ ചേച്ചിക്ക് ഒരു ഫോൺ കൊടുക്കും ഹീറോ. ഈ ഫോണിൽ ആ ചേച്ചിയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. അടുത്ത് കത്തിയും പിടിച്ചിട്ട് ആ കൂട്ടാളി ഇരിപ്പുണ്ടാവും. അമ്മയെ തട്ടിക്കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹീറോ ആ ചേച്ചിയോട് ആ കാമുകി പെണ്ണിന്റെ മോൾ എവിടെയാണുള്ളതെന്ന് ചോദിക്കുക.
ആ പെണ്ണിന് വേറെ വഴിയില്ലാതെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അത് മറ്റൊരു റെസ്റ്റോറന്റാ, അടുത്തുള്ള ടൗണിലെ മറ്റൊരു റെസ്റ്റോറന്റ്. അത് ആ കാമുകിയുടെ ഒരു കൂട്ടുകാരിയാണ്. ആ പെണ്ണ് കുടുംബമായിട്ട് നടത്തുന്ന റെസ്റ്റോറന്റാണത്. അവിടെ ചെന്നിട്ട് ഹീറോ മൂങ്യങ് എവിടെയാണെന്ന് ചോദിക്കും. ആ ലേഡി പറയും എനിക്കറിയില്ല. ആ പേര് കേട്ടിട്ടേ ഇല്ല എന്നാണ് ആ സ്ത്രീ പറയുക. എന്നാൽ ആ സ്ത്രീയുടെയും അവളുടെ ഭർത്താവിന്റെയും മുഖം കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാകും പെണ്ണകത്ത് എവിടെയോ ഉണ്ടെന്ന്. ഹീറോ ഓടിച്ചെന്ന് ഇവരെ ഹോട്ടലിനകത്തുള്ള ആൾക്കാർ താമസിക്കുന്ന മുറികളെല്ലാം ചെക്ക് ചെയ്യുന്നു. അവിടെ എവിടെയും പെണ്ണില്ല, കാമുകിയില്ല, കുട്ടിയുമില്ല. തിരിച്ച് ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക അവിടെ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണം പോലും കഴിക്കാതെ ആരോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ കയറി വന്ന സമയത്ത് ആ പെണ്ണും മോളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹീറോ അത് മിസ് ചെയ്തായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഉടനെ ഹീറോ കടയിൽ നിന്ന് തെരുവിലേക്ക് ഓടി ഇറങ്ങുന്നു. എല്ലായിടത്തും ഓടി ഓടി പരിശോധിക്കുക. ഇവരെ കാണുന്നില്ല. കൺമുന്നിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു പോയി. ഇനിയിപ്പോ ഈ കടക്കാരിയെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഹീറോ ഒരു ഗ്യാസും കുറ്റിയും വലിച്ചെടുത്തോണ്ട് വന്ന് ഈ കടയെ വെച്ച് ഓണാക്കും. ആള് മിരട്ടാൻ മിടുക്കന. ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് കടയ്ക്ക് നടുവിൽ വെച്ച് അഴിച്ചു വിട്ടിട്ട് സത്യം പറയടി, നിന്റെ കൂട്ടുകാരി എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അവരും വേറെ വഴിയില്ലാതെ പേടിച്ച് ഞങ്ങൾക്ക് എവിടെയാണ് പോയതെന്നറിയില്ല, മറ്റൊരു കൂട്ടുകാരിയെ കാണാനാണ് പോണേന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ എന്ന് പറയും. അവര് പറയുന്നത് സത്യമാണെന്ന് ഹീറോയ്ക്ക് ബോധ്യായി. ഹീറോ തിരിച്ചു വന്ന് കാറിൽ കയറി നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് കൂട്ടാളിയോട് പറയും. ഈ സമയത്ത് അമ്മയും മോളും ബസ്സിൽ കയറി മറ്റെങ്ങോട്ടോ പോവുകയാണ്. കട്ട് ചെയ്താൽ ഹീറോ അവന്റെ ടൗണിലേക്ക് തിരിച്ചു വന്നു. നേരെ ഈ എഴുത്തുകാരന്റെ സ്റ്റുഡൻസിനെ കണ്ടിട്ട് ആ നോവലിനകത്ത് കഥാനായിക കാമുകനെയും കൊന്ന് കൊറിയ വിട്ടുപോയി. ഒരുപക്ഷെ അവൾ കൊറിയ വിട്ടു പോയിട്ടില്ലെങ്കിൽ എവിടെയായിരിക്കും ഉണ്ടാവുക, അതിനെക്കുറിച്ച് നിനക്കറിയോന്ന് ചോദിക്കും. അപ്പൊ ആ പയ്യൻ പറയും നിങ്ങൾക്ക് മുന്നേ ഇതേ ചോദ്യം മറ്റൊരാളും ചോദിച്ചിരുന്നു. അതാരാണെന്ന് പറയുന്നില്ല, ആരോട് ചോദിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ ആ എഴുത്തുകാരൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അവൾ ഈ ദുഷ്ടനെ കാണുന്നതിന് മുന്നേ എവിടുന്നാണോ വന്നത് അതേ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും തിരിച്ചു പോകുക എന്നുള്ളത്. അത് ആ പെണ്ണിന്റെ ജനിച്ച ഗ്രാമമായിരുന്നു, അവളുടെ സ്വന്തം നാട്. ഇത് മനസ്സിലാക്കിയ ഹീറോ തന്റെ കൂട്ടാളിയോട് ഹേനം എന്ന നാട്ടിലേക്ക് വണ്ടി വിടാൻ പറയും. അതാണ് ആ പെണ്ണിന്റെ ജന്മനാട്. ഈ സമയത്ത് പോലീസുകാര് കാമുകിയുടെ ഓഡിയോ റെക്കോർഡിങ്സ് ഓരോന്നായിട്ട് പരിശോധിച്ചു വരാം. അതിൽ ഒരു റെക്കോർഡിംഗിൽ പറയുന്നുണ്ട് അനിയൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ വെറുതെ ഇരിക്കില്ല, അനിയന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാൻ അയാൾ തയ്യാറാണ്, അയാൾ അന്വേഷിച്ചു വരും എന്ന് ഈ പെൺകുട്ടി വോയിസ് റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട പോലീസുകാരന്റെ അസിസ്റ്റന്റ് ലേഡി പറയും സാർ, ഒരു പക്ഷേ നമ്മളെക്കാൾ വേഗത്തിൽ ചേട്ടൻ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് നമുക്ക് ആ ചേട്ടനെ ഫോളോ ചെയ്ത് പോയാൽ അവൻ ആ പെൺകുട്ടിയെ പിടിക്കുന്നതിന് മുന്നേ നമുക്ക് പിടിക്കുകയും ചെയ്യാം, അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം, കൂടുതൽ ഈ കാര്യങ്ങൾ വഷളാവാതെ നോക്കുകയും ചെയ്യാന്ന് പറയും. സോ പോലീസുകാര് ഹീറോയെ ട്രാക്ക് ചെയ്ത് വരികയാണ്. ഹീറോ ആണെങ്കിൽ ഹേനം എന്ന ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാവും. ഇവൾ എങ്ങോട്ടാണ് പോയിരിക്കണേന്ന് മനസ്സിലാക്കി എഴുത്തുകാരനും ഹേനം എന്ന ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. ഇവർക്കെല്ലാം പുറകില് നമ്മുടെ പോലീസുകാർ. ആദ്യം ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തുക ഹീറോ ആയിരിക്കും. അതൊരു റെസ്റ്റോറന്റാ. ഈ പെൺകുട്ടി ആദ്യം ജോലി ചെയ്ത റെസ്റ്റോറന്റ്. അവിടെ ചെന്ന് അവിടുത്തെ ഓണറമ്മയെ വിളിച്ചിട്ട് ഹീറോ മൂൻയോങ്ങിനെ നിങ്ങൾക്കറിയുമോ, അവൾ എവിടെയാണെന്ന് ചോദിക്കും. ആ ചേച്ചി പറയും അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, നിങ്ങൾ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കണേന്ന്. എന്നാൽ ആ ചേച്ചി കള്ളത്തരം പറയാണെന്നുള്ളത് നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോ ഇതേ ഹോട്ടലിൽ ആ ഏരിയയിലെ 2 ലോക്കൽ റൗഡികൾ ഇരിപ്പുണ്ട്. അവർക്ക് ഹീറോയുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടില്ല. ഒരുത്തൻ കടയിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് അവിടുത്തെ കടക്കാരി പെണ്ണിനെ മിരട്ടുന്നു. അത് കാണുമ്പോൾ ആ ലോക്കൽ റൗഡി ചെറുക്കൻ കയറി വന്ന് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് നീ ഏതാടാ, ഈ നാടിന് പുതിയതാ, ഈ നാടിത്തിരി പെശക, ഇവിടെ ഒരുപാട് വാല് കാണിക്കരുത്, അടിച്ചൊടിച്ച് ഞങ്ങൾ തിരിച്ചു പറഞ്ഞുവിടും, നിന്റെ പേരെന്താ, ഇവിടെ എന്തിനാ നീ വന്നത്, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കടാന്നും പറഞ്ഞ് ഇവൻ വെറുതെ ഇരിക്കുന്ന ഹീറോയുടെ മോന്തയ്ക്ക് നോക്കി കുത്തുക. ഹീറോ ആണെങ്കിൽ പോടാ ദയവേത് മാറിപ്പോടാന്ന് പറയുന്നുണ്ട്. അവൻ കേൾക്കുന്നില്ല. അവസാനം സഹിയിട്ട് അവനെ വലിച്ചിട്ട് അവന്റെ കയ്യിലേക്ക് പേന കുത്തി ഇറക്കിയിട്ട് ഒരു പൂച്ചട്ടി എടുത്ത് മണ്ട പൊളിയുന്നത് വരെ തല്ലുവാണ്. എന്നിട്ടും വിട്ടില്ല. അവിടെ വെച്ചിരിക്കുന്ന ഒരു വുഡ് സ്റ്റാൻഡ് എടുത്ത് അവനെ മലർത്തി കിടത്തി ശരീരമാസകലം ഇടിച്ചു പൊളിക്കാവും. ഇത് കണ്ട കടക്കാരി ചേച്ചി പേടിച്ചരണ്ട് നിൽപ്പാവും. അപ്പോഴാണ് നമ്മുടെ എഴുത്തുകാരൻ ഇതേ ഷോപ്പിലേക്ക് കടന്നു വരുന്നത്. എഴുത്തുകാരനെ കണ്ട് ഹീറോ ചിരിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നീ വരുമെന്ന്, വായോ അടുത്തിരി, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഹീറോ പറയും. ഈ നേരത്തെ കടക്കാരി ചേച്ചി മൂൻയങ് നീ പറഞ്ഞ ആള് നമ്മുടെ കടയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എഴുത്തുകാരൻ ശ്രദ്ധിക്കും. എഴുത്തുകാരനോട് ഹീറോ സംസാരിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിന്റെ കൂട്ടുകാരിയെ കാണാനാണോ, നിന്റെ പുസ്തകത്തിൽ അവൾ എന്റെ അനിയനെ കൊന്നു എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനുള്ള കാരണം പറയുന്നില്ല, യഥാർത്ഥ കാരണം എങ്ങനെയാണ് കൊന്നതെന്നും പറയുന്നില്ല, അത് നീ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. എഴുത്തുകാരൻ പറയും നിന്റെ അനിയൻ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്കറിയാം, അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നിനക്കറിയാം, എന്നിട്ട് ഈ ചോദ്യം എന്നോട് നീ ചോദിക്കണം, അതിന്റെ ആവശ്യമുണ്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കടക്കാരി ചേച്ചിയുടെ മോള് കയറി വന്നിട്ട് അമ്മയെ വിശക്കുന്നു, മൂൻയങ് വന്നുകൊണ്ട് അമ്മ പ്രത്യേകം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതെനിക്ക് തായോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അമ്മ മോളോട് പറയും മിണ്ടാതെ മോളിലേക്ക് കയറിപ്പോടി, ഇവിടെ വിരുന്നുകാർ വന്നിട്ടുണ്ട്, സംസാരിക്കണ്ട, മാറിപ്പോകാൻ പറയും. സോ ഹീറോയ്ക്ക് വ്യക്തമായി ഇവര് തന്നെയാണ് ആ പെൺകുട്ടിയെ എവിടെ ഒളിച്ചു വെച്ചിരിക്കണതെന്ന്. ഹീറോ മെല്ലെ ചെന്ന് ആ ചേച്ചിയോട് ചോദിക്കും മൂൻയങ് എവിടെയാണെന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ ഞാൻ പിടിച്ചുകൊണ്ട് പോകും, എന്റെ അടുത്ത് വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. ചേച്ചി പേടിച്ചിട്ട് പറയും അവൾ എന്റെ വീട്ടിലുണ്ട്, ഞാൻ
തന്നെ കൊണ്ടുപോയി കാണിക്കാം. എന്നെയോ എന്റെ മകളെയോ ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞ് ഹീറോ ആ ചേച്ചീനെയും വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് പെണ്ണിനെ കാണാൻ. ഈ സമയത്ത് ഈ ചേച്ചിയുടെ മൊബൈൽ ഫോൺ കടയിൽ തന്നെയാണ് ഉണ്ടാവുക. ആ എഴുത്തുകാരൻ ചേച്ചിയുടെ ഫോൺ എടുത്ത് അതിലെ മൂൺയങ്ങിന്റെ നമ്പറിലേക്ക് വിളിക്കും. ഈ നേരത്തെ ആ കടക്കാരി ചേച്ചി ഹീറോയെ ഏതോ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ മൂൺയങ്ങിനെ കാണുന്നില്ല. ഇതേ സമയത്ത് ഹീറോയുടെ കൂട്ടാളി ബോസേ ഞങ്ങൾക്ക് അവളെ കണ്ടു കിട്ടിയിട്ടുണ്ടെന്ന് ആരോടോ പറയുന്നുണ്ടാവും. അതെന്താണ് സംഭവം നമുക്കറിയില്ല. ആ ബോസ് ഈ കൂട്ടാളിക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഹീറോ മുന്നേ കൂടെ വർക്ക് ചെയ്ത ബോസ് ആണത്. ഇപ്പൊ ഇവിടെ വീട്ടിൽ മൂൺയങ്ങുവിനെ കാണാത്തോണ്ട് അവൾ എവിടെയാണെന്ന് ചോദിച്ച് ഹീറോ തിരിയുമ്പോൾ ഈ വീടിനകത്തു നിന്നൊരു പോലീസുകാരൻ ഇറങ്ങി വരും. ആ ചേച്ചി കുറെ കാലമായല്ലോ കണ്ടിട്ട്, എന്താ ഈ വഴിക്ക്? ഞാൻ ദോശയൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ, പിന്നെ എന്തോ ആയിട്ടാണ് വന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. ചേച്ചിയുടെ മുഖമാണെങ്കിൽ ഇഞ്ചി കടിച്ച അവസ്ഥ, എന്തോ കുഴപ്പമുണ്ടെന്ന് പോലീസുകാരന് മനസ്സിലായി. ഹീറോയും അടുത്തന്നെ നിൽപ്പുണ്ടാവും. ഹീറോനെ ചേച്ചി കൊടുക്കാൻ കൊണ്ടുവന്നാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. പോലീസുകാരൻ താൻ ആരാടോ, താൻ എന്തിനെങ്ങോട്ട് വന്ന്, തനിക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടാന്നും ചോദിച്ചിട്ട് ഒരു വലിയ തൂമ്പയെടുത്ത് ഈ പോലീസുകാരന് മണ്ടയ്ക്കിട്ടൊരു അടി കൊടുക്കും. അയാൾ അടിച്ച് ബോധം കെടുത്താണ്. ഈ നേരം നമ്മുടെ എഴുത്തുകാരനൊരു മെസ്സേജ് ലഭിക്കുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ഈ നാട് വിട്ട് പോവാണെന്നും പറഞ്ഞ് എഴുത്തുകാരനൊരു മെസ്സേജ് ലഭിക്കുന്നു മൂൺയങ്ങിന്റെ കയ്യിൽ നിന്ന്. ഉടനെ ടെർമിനലിലേക്ക് പുറപ്പെടുകയാണ് നമ്മുടെ എഴുത്തുകാരൻ. ഇവരെക്കാളൊക്കെ പാടുപെടുകയാണ് ഞാൻ ഇത് പറഞ്ഞൊപ്പിക്കാൻ. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഹീറോ പോലീസുകാരന്റെ തല തല്ലി പൊളിച്ചിട്ട് ആ ചേച്ചിയെ ഉപദ്രവിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോവുക, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ എഴുത്തുകാരന്റെ വണ്ടി ഇവരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോകുന്ന ഹീറോ കാണാം. വിടാതെ അവനെ ഫോളോ ചെയ്ത് പിടിക്കുന്നും പറഞ്ഞ് ഹീറോൻ കൂട്ടാളിയോട് അവന്റെ കാറിന് പുറകെ വിടാൻ പറയും. അങ്ങനെ ഇവര് ഈ എഴുത്തുകാരനെയും ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ആ ലോക്കൽ അടിക്കാരന്മാരല്ലേ ഹീറോയുടെ കയ്യിൽ നിന്ന് നേരത്തെ മോന്തയ്ക്ക് കുത്തുകിട്ടിയ ചെക്കന്മാര്, അവന്മാര് ചെന്ന് അവന്മാരുടെ കൂട്ടുകാരൻ 4 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട്. ഹീറോയുടെ വണ്ടിക്ക് വട്ടം വെച്ചിട്ട് അവൻ ഇറങ്ങി നേരെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേട്ടാ ഒന്ന് വാതിൽ തുറക്കുവോ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, സംസാരിക്കാൻ വേണ്ടിയാ, ദയവേത് കാറിന്റെ വാതിലൊന്ന് തുറക്കുവോ എന്ന്. അവനെ കണ്ടാലും പറയും സംസാരിക്കാനാണെന്ന്. ഹീറോ ബാഗിനകത്ത് തന്നെ ആ ഇരുമ്പ് റാഡ് വെച്ചിട്ടുണ്ട്. മെല്ലെ ഗ്ലാസ് തുറന്നിട്ട് വീണ്ടും അവന്റെ തലമണ്ടയ്ക്കിട്ട് പൊട്ടിക്കുക. ഇവന്മാരെല്ലാം വണ്ടി പിടിക്കാൻ നോക്കുന്നുണ്ട്. അവന്മാരെല്ലാം ഇടിക്കുന്ന പോലെ പേടിപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് ഇവര് വണ്ടിയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഈ സമയത്ത് മോളും അമ്മയും ടെർമിനലിൽ കാത്തിരിക്കുക ഈ നാട് വിട്ടു പോകാൻ വേണ്ടി. അവൾ ആകെ വിഷമത്തില്ല. ഇവൾ ഈ സമാധാനമില്ലാതെ ഓടുന്നതിന് കാരണമുണ്ട്. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അനിയൻ ചെറുക്കനെ അവന്റെ മുതലാളി, അതായത് ഹീറോയുടെ പഴയ മുതലാളി ചോദ്യം ചെയ്യുന്നു. ബിസിനസ്സുകാരന്റെ മോനെ നീയാണോ കൊന്നേന്ന് ചോദിച്ചിട്ട് അവൻ പറയും ഞാനാണ് കുത്തിയത്, അവൻ ചത്തോന്നും നോക്കിയില്ല, അറിയാതെ പറ്റിപ്പോയതാ, അവന് മൂങ്ങങ്ങിനെ ഒരു ദിവസത്തേക്ക് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ തമ്മിൽ വഴക്കായപ്പോ ഞാൻ അറിയാതെ കുത്തിയതാ, ചത്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾ 2 പേരും ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട മുതലാളി എന്നാ ശരി നീ ഇതാരോടും പറയണ്ട, ഇവിടെ തന്നെ ഇരിക്കും, ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അടുത്ത മുറി ചെന്ന് ഈ ബിസിനസ്സുകാരനെ കോൾ ചെയ്യും. കൊന്നത് ഇവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു എന്നുള്ള കാര്യം മുതലാളി ബിസിനസ്സുകാരനോട് പറയും. അപ്പൊ ബിസിനസ്സുകാരൻ എന്തൊക്കെയോ മുതലാളിയോട് പറയുന്നുണ്ട്. ശരി സാർ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മറ്റു കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, ഞാനിത് തീർത്ത് തന്നോളാം എന്ന് വാക്ക് കൊടുത്തിട്ട് ഈ മുതലാളി ആദ്യം മൂങ്ങങ്ങിന്റെ അടുത്ത് ചെന്ന് നീ കട ക്ലോസ് ചെയ്തേക്ക്, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കണ്ട, എനിക്ക് വേറെ വഴിയില്ല എന്നും പറഞ്ഞ് അനിയന്റെ അടുത്ത് ചെന്ന് ഒരു നീളമുള്ള പപ്പട സൂചിയും വെച്ച് അവന്റെ കഴുത്തിലും ചങ്കിലും നെഞ്ചിന്റെ പല ഭാഗത്തും കുത്തി ആ സ്പോട്ടി വെച്ച് തന്നെ അവനെ കൊന്നുകളയാണ്. അത് കഴിഞ്ഞ് മൂങ്ങങ്ങിനെ പിടിച്ചിരുത്തിയിട്ട് പറയും അവൻ നിന്നെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, ഇപ്പൊ എനിക്കും വലിയൊരു കുഴപ്പം അവൻ ഉണ്ടാക്കിയിരിക്കുക, കൊല്ലാതെ വേറെ വഴിയില്ലായിരുന്നു, അവനെ കൊന്നതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെയും കൊല്ലേണ്ടി വരും, ഈ വിവരം പുറത്തു പോകാൻ പാടില്ല, പക്ഷെ നിന്നെ കൊല്ലാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് നിനക്കിപ്പോൾ ഞാനൊരു അവസരം തരാണ്, കുഞ്ഞിനെയും കൊണ്ട് നീ ഈ നാട് വിട്ടു പോവുക, പോലീസിന്റെ കയ്യിലോ ഹീറോയുടെ കയ്യിലോ നീ പിടിപെട്ടാൽ പിന്നെ നീ മരിച്ചതിന് തുല്യമാണ്, നിന്റെ കുഞ്ഞിനൊരു അമ്മയുണ്ടാവാൻ പോകുന്നില്ല, നിന്റെ ലൈഫിന് കിട്ടിയ പുതിയ അവസരമാണെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, നീ ഉള്ള സ്ഥലം ആരും അറിയാൻ പാടില്ല, ഈ ബോഡിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്കും കുഴപ്പമുണ്ടാവരുത് നിനക്കും കുഴപ്പമുണ്ടാവരുത്, നീ ഈ നാട് വിട്ടു പോയിക്കോ, ആർക്കും പിടി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ മുതലാളി യങ് മീനിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. സോ പിടിക്കപ്പെട്ടാൽ ആരെങ്കിലും ഈ മുതലാളിയോ ഹീറോയോ അതോ പോലീസുകാരോ ആരെങ്കിലും തന്റെ കഥ തീർക്കും ജീവിതം ഇല്ലാതാക്കുമെന്ന് പേടിച്ചിട്ടാണ് പെണ്ണിങ്ങനെ ഓടി നടക്കുന്നത്. ഇനി പ്രസന്റിലേക്ക് വന്നാൽ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഹീറോയും എത്തി എഴുത്തുകാരനും എത്തി. 2 പേരും പല ഭാഗത്തായിട്ട് പെണ്ണിനെയും മോളെയും അന്വേഷിച്ച് നടക്കുകയാണ്. എങ്ങനെയൊക്കെയോ മണത്ത് പിടിച്ച് പോലീസുകാരും ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും പല ഭാഗത്തായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം എഴുത്തുകാരൻ മൂൺയങ് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. അയാൾ അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പുറകിൽ നിന്ന് മൂൺയങ് വിളിച്ചോണ്ട് ഹീറോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആ കൂട്ടാളിയില്ലേ അവൻ ഓടി വന്ന് മൂൺയങ്ങിന്റെ വയറ്റിലേക്ക് കത്തി കയറ്റുക, വീണ്ടും കുത്തി. അപ്പോഴാണ് ഈ കൂട്ടാളി ശ്രദ്ധിക്കുന്നത് ഹീറോ ദൂരെ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. ഹീറോ കാണുമെന്ന് അവൻ പ്രതീക്ഷിച്ചതല്ല. ഹീറോയെ കണ്ടുടനെ അവൻ പെണ്ണിനെയും വിട്ട് കുത്തലും നിർത്തി ഒരൊറ്റ ഓട്ടം.
പാവം മൂഞ്ഞങ് നിലത്തേക്ക് വീണു. അവളടുത്തേക്ക് എഴുത്തുകാരനും പിന്നെ പോലീസുകാരും ഓടിക്കൂടും. ഈ സമയം ഹീറോ എന്താ സംഭവിച്ചെന്നറിയാതെ കൂട്ടാളിയുടെ അടുത്തേക്ക് ഓടിപ്പോവാ. എന്താടാ പറ്റിയത്, നീ എന്താ ചെയ്ത്, ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചിട്ട് ഹീറോ ഓടിപ്പോവാ. അവൻ ഹീറോയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാറിന്റെ ഡോറും ക്ലോസ് ചെയ്ത് കാർ വിട്ടടിച്ചു പോകും. പക്ഷെ ഹീറോ വിടില്ല. പുറകെയുള്ള ഏതോ ഒരു കാറും എടുത്ത് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലുടാന്നും പറഞ്ഞ് വേഗത്തിൽ ഓടിച്ചു പോവാ. മറ്റവനെ രക്ഷപ്പെടാൻ വിടില്ല. ഒരു പാലത്തിനടി വെച്ച് ഈ വലിയ കാറിനെ മറ്റൊരു കാറ് കൊണ്ട് ഹീറോ ഇടിച്ചു നിർത്താണ്. അതൊരു വലിയ ഇടിയായിരുന്നു. മറ്റവന്റെ പകുതി ബോധവും പോയി, തലയൊക്കെ പൊട്ടി രക്തം വരാൻ തുടങ്ങി. ഹീറോ കാറിൽ നിന്ന് ചാടി ഇറങ്ങി ആ ബങ്യൂങ്ങിനെ പിടിച്ചിട്ട് സത്യം പറയടാ, ആരാണ് നിന്നെ ഇത് ഏൽപ്പിച്ച്? എന്റെ അനിയനെ കൊന്നതാരാ? ചങ്ങോ ആണോ? നിന്റെ മുതലാളിയാണോ? സത്യം പറയടാ, നീ എന്തിനിത് ചെയ്തു? എന്റെ കൂടെ നിന്ന് നീ ചതിക്കുകയായിരുന്നു. സത്യം പറയടാ. അപ്പൊ ഈ കൂട്ടാളിക്ക് എന്തെങ്കിലും തിരിച്ച് പറയാനുള്ള ധൈര്യം പോലും ഇല്ല. അവ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നെ കൊല്ലല്ലേ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് ബോധം കെട്ട് വീഴും. അവൻ മരിച്ചോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ലൊരു ഇടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഓടിക്കൂടിയ പോലീസുകാർ എത്രയും പെട്ടെന്ന് പെണ്ണിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഹീറോയും ആശുപത്രിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ. പെണ്ണിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ജീവൻ ആപത്തൊന്നുമില്ല. ദൂരെ നിന്ന് ഇത് നോക്കിയിട്ട് ഹീറോ അവിടെ നിന്ന് പുറപ്പെടും. ഇനി അവളുടെ ജീവിതത്തിലേക്ക് ഹീറോ എൻ്റർ ആവുന്നില്ല. എന്നാൽ അനിയനെ കൊന്നവന്മാരോടുള്ള പ്രതികാരം അത് തീർക്കണ്ടേ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചേട്ടന് 2 പൊട്ടീരും കൊടുത്ത് വീട്ടിൽ പോടാന്നും പറഞ്ഞു വിടാൻ ഒരാളില്ലാത്തതിന്റെ കുഴപ്പമാണ് എന്നേ പറയുള്ളൂ. പക്ഷെ ഇവിടെ റൗഡി ഒരു ഹീറോ ആയതുകൊണ്ട് തന്നെ അനിയനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി അവൻ പഴയ മുതലാളിയെ കാണാൻ വരികയാണ്. അവിടെ 4-5 പേര് മിണ്ടാതെ വീട്ടിൽ പോയിക്കോ, പഴയ കാലമല്ല ഇത്, അടിച്ച് മോന്ത അടയാളം ഇല്ലാതാക്കി മാറ്റുന്നും പറഞ്ഞ് ഹീറോയെ മിരട്ടും. ഹീറോ ബാഗിനകത്ത് ആ രാശിയുള്ള ഇരുമ്പ് പൈപ്പും കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ അതെടുത്ത് 4-5 പേരെയും പോത്തിരെ പേരട്ടിയെടുക്കുവാണ്. എന്തായാലും ഫൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ വയറ്റിനിട്ട് ഒരു കുത്തും കിട്ടിയിട്ടുണ്ട്. അവസാനം ആ വലിയ വർത്താനം പറഞ്ഞവന്റെ നെഞ്ചത്തൊരു ചവിട്ടും കൊടുത്തവനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഹീറോ നേരെ തന്റെ പഴയ മുതലാളിയെ കാണാൻ വരും. അയാൾക്കൊരു കൂസലുമില്ല. അയാൾ ഹായായി ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹീറോ പറയും, ഞാൻ നിങ്ങളെ കാണാൻ വന്നാ, ഒന്ന് സംസാരിക്കാൻ വന്നാണ്. അപ്പൊ വില്ലൻ, എന്റെ ഈ വൃത്തിയട്ട മോന്ത കാണാനാണോ നീ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്ന് ഇത്രയും പേരെ തല്ലി താർത്ത്? അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചേനെ, നീ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ ഹീറോ ചിരിച്ചിട്ട്, എന്റെ അനിയന്റെ 2 കാലുകൾ ഉണ്ടായിരുന്നില്ലേ, അതെവിടെയാണെന്ന് ചോദിക്കും. അതായത് അനിയന്റെ ബോഡി കിട്ടുമ്പോൾ 2 കാലുകളും വെട്ടി മാറ്റിയിരുന്നു. അതെവിടെ പോയി എന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ ഈ മുതലാളി ആ ബിസിനസ്സുകാരന് അത് വെട്ടി വിറ്റിട്ടുണ്ടാവും. ഇപ്പൊ ആ ചോദ്യം കേട്ട മുതലാളി ചിരിച്ചോണ്ട് പറയാണ്, നിനക്കവന്റെ മുഖമെങ്കിലും കാണാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്നിട്ടാണ് അവൻ കാലും ചോദിച്ച് വന്നിരിക്കണേ. ഈ മറുപടി കേട്ട ഉടനെ ഹീറോ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇരുമ്പ് ദണ്ടും എടുത്തിട്ട് ഒരൊറ്റ അടിയാണ് തലയ്ക്ക്. അങ്ങനെ പഴയ മുതലാളിയോടുള്ള വിശ്വാസം കാണിച്ചു കഴിഞ്ഞ് അവന്റെ മൊബൈലും വാങ്ങിച്ച് അനിയനെ കൊല്ലാൻ ഓർഡർ കൊടുത്ത മിസ്റ്റർ ഖാൻ അയാളെ മൊബൈലിലേക്കും വിളിച്ച് ഹീറോ പുറപ്പെടുകയാവും, അയാളെയും തീർക്കാൻ വേണ്ടി. പിന്നെ പ്രാന്താണെന്നേ, ഒരു കുടികാരൻ തമ്പിയുണ്ട്, അതിന് ചേർന്നൊരു ചേട്ടനും. എന്തായാലും യഥാർത്ഥ പ്രതിയെ വ്യക്തമായ സ്ഥിതിക്ക് കഥ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശുഭം. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from Uru. Kadasulattumas.